ഞാൻ നിലത്തിഴഞ്ഞു പോകുന്ന ഒരു ചെറിയ പ്രാണിയെ നോക്കി നിന്നു. പെട്ടെന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഞാൻ ആ പ്രാണിയെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോക്കറ്റിൽ ഒളിപ്പിച്ചു. പണിശാലയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ തീയിൽ നിന്ന് ഒരു കഷ്ണം ചൂടുള്ള ഇരുമ്പെടുത്തു. ആരും കാണാതെ ഞാൻ ആ പ്രാണിയെ അതിലിട്ട് കരിച്ചു. പ്രാണി പെട്ടെന്ന് ചാരമായി മാറി. ഞാൻ ആ ചാരം ശ്രദ്ധയോടെ ശേഖരിച്ചു. എന്റെ ലക്ഷ്യം വാർഡനായിരുന്നു. അയാൾ പലപ്പോഴും വെള്ളം നിറച്ച കപ്പ് മേശപ്പുറത്ത് വെക്കാറുണ്ടെന്നും ഇടയ്ക്ക് നടക്കാൻ പുറത്തു പോകാറുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. അതിനാൽ ഞാൻ വേഗത്തിൽ നടന്നു ചെന്ന് തയ്യാറാക്കിയ പ്രാണിപ്പൊടി അയാളുടെ കപ്പിൽ വിതറി. എന്നിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോകാനായി അനുവാദം ചോദിച്ചു. അയാൾക്കൊന്നും സംശയം തോന്നിയില്ല, സമ്മതിക്കുകയും ചെയ്തു. അയാൾ തിരിച്ചെത്തിയ ശേഷം കപ്പെടുത്ത് വെള്ളം കുടിച്ചു. താമസിയാതെ മരുന്ന് ഫലിച്ചു. അയാൾ വയറിൽ പിടിച്ച് വേഗത്തിൽ ടോയ്ലറ്റിലേക്ക് പാഞ്ഞു. എല്ലാം എന്റെ പ്ലാൻ അനുസരിച്ച് നടന്നു. വാർഡൻ ടോയ്ലറ്റിൽ കയറിയ ശേഷം അയാൾ തന്റെ ബെൽറ്റ് വാതിലിലെ കൊളുത്തിൽ തൂക്കി. താക്കോൽ വ്യക്തമായി പുറത്തു തൂങ്ങിക്കിടന്നു. ഞാൻ അടുത്തു തന്നെ കാത്തിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ട ഉടൻ ഞാൻ പതുക്കെ അങ്ങോട്ട് ഇഴഞ്ഞെത്തി. പോക്കറ്റിൽ നിന്ന് ഒരു സോപ്പ് ബാർ പുറത്തെടുത്തു. എന്നിട്ട് താക്കോൽ സോപ്പിലേക്ക് സാവധാനം അമർത്തി അതിലൊരു കൃത്യമായ രൂപരേഖ പതിപ്പിച്ചു. ഈ താക്കോൽ ഉപയോഗിച്ചാണ് വാർഡൻ പ്രധാന ഗേറ്റ് തുറന്നിരുന്നതെന്ന് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. സോപ്പിലെ രൂപരേഖ പിന്തുടർന്നു ഞാൻ സാവധാനം അതേപോലെയുള്ള ഒരു താക്കോൽ അരച്ച് രൂപപ്പെടുത്തി.